ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കറിയുന്നത് പോലെ നമ്മളുടെ 10th ബോർഡ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു. എല്ലാവരും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായേക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ആ ബോർഡറിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾ എഴുതിയേക്കാൾ ഇനിയും ബെറ്റർ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഇനിയും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒരു പോസിബിലിറ്റി 50-50 ആണ്, അങ്ങനെയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒക്കെ ഗ്രൂപ്പുകളിൽ, അതായത് അധ്യാപകർ നിങ്ങൾക്ക് അതിൻ്റെ സർക്കുലർ നൽകിയിട്ടുണ്ടായിരിക്കും. നമ്മളുടെ 10th റീവാലുവേഷൻ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടനിറ്റി എന്നിവകളൊക്കെ അപേക്ഷിക്കാനുള്ള സമയം ആയിട്ടുണ്ട്. മെയ് 12 മുതൽ മെയ് 17 വരെയാണ് അത് അപേക്ഷിക്കാനുള്ള സമയം. അത് വളരെ കൃത്യമായി അതാത് സൈറ്റുകൾ കയറിയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ ചെന്നിട്ടോ അത് കൃത്യമായി അപേക്ഷിക്കുകയും അതിൻ്റെ ഒരു പകർപ്പ് നിങ്ങളുടെ അതാത് സ്കൂളുകളിൽ, നിങ്ങൾ ഏത് സ്കൂളിലാണോ 10th പഠിച്ച് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതാത് സ്കൂളിലത്തെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആരാണോ അവിടുത്തെ ഉത്തരവാദിത്തമേറ്റുള്ള ആളിനെ ഏൽപ്പിക്കേണ്ടതാണ്. മെയ് 17 വൈകിട്ട് 5 മണി വരെയാണ് അത് കൊടുക്കാനുള്ള സമയം. അതിനുശേഷം വരുന്ന കാര്യങ്ങൾ എന്തല്ല, സ്വീകരിക്കാവുന്നതല്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾ 17 ആകാൻ നിൽക്കേണ്ടതില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, നേരത്തെ കൊടുത്ത് കാര്യങ്ങളൊക്കെ പകർപ്പൊക്കെ വാങ്ങി ഒരു പകർപ്പ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഒന്ന് നിങ്ങളുടെ സ്കൂളിലെ HMന്റെ കയ്യിൽ നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ്. കൊടുക്കുന്ന സമയത്ത് ഏതെല്ലാം സബ്ജക്റ്റുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നതിൻ്റെ ഒരു വിശദാംശമായ രീതി നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തണം. നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് കൊടുക്കേണ്ടത്, ഓക്കെ, അതിൽ ഏതൊക്കെ സബ്ജക്റ്റ് നിങ്ങൾക്കൊന്നും കോൺഫിഡൻ്റ് ഉള്ളത്, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൊടുക്കണം. കൊടുക്കാതിരിക്കരുത്. ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആയേക്കാം നിങ്ങളുടെ ഗ്രേഡുകൾ തമ്മിൽ മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങളത് രജിസ്റ്റർ ചെയ്യുമ്പോൾ, അത് കൊടുക്കുമ്പോൾ മാർക്കുള്ള സബ്ജക്റ്റുകളായാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് A ഗ്രേഡ് ആയേക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും അത് കുഴപ്പമില്ല, അത് മതി. ചിലപ്പോൾ അതിലേക്ക് A+ പോകാൻ ചാൻസ് ഉള്ളതാവും. അപ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, നിങ്ങൾക്കത് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് A+ പോയേക്കാം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം, അത് കൊടുക്കണം. ഓക്കെ, ഇതിന് വരുന്ന ഫീസ് പറയുന്നത് നിങ്ങൾക്കത് രജിസ്റ്റർ ചെയ്ത്, അതായത് നിങ്ങൾ റീവാലുവേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പേപ്പറിന് 400 രൂപ വെച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതിൽ മാർക്ക് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് അതാത് റീഫണ്ട് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾ അതാത് സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്കത് തിരിച്ച് ലഭിക്കുന്നതാണെന്ന് നമ്മുടെ സർക്കുലർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുന്നതാണ്, തിരിച്ച് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് 200 രൂപയാണ് ഒരു പേപ്പറിന് വെച്ച് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ സ്ക്രൂട്ടനിക്ക് നിങ്ങൾക്ക് 50 രൂപയാണ് വരുന്നത്. അതായത് സ്ക്രൂട്ടനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ഒന്നുകൂടി എന്ത് ചെയ്യുന്നു, വാല്യൂകൾ കൂട്ടി നോക്കുക. ഓക്കെ, അതിന് 50 രൂപയാണ് വരുന്നത്. വിദ്യാർത്ഥികൾ കൃത്യമായി അത് കൊടുക്കേണ്ടതാണ്. 17/5/2025 വൈകിട്ട് 5 മണി വരെയാണ് HMമാർക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള ഉത്തരവ് സർക്കുലർ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതാത് വിദ്യാർത്ഥികൾ നേരെ വൈകാതെ തന്നെ അതെന്ത് ചെയ്യണം, അതാത് HMകൾക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. ബാക്കിയുള്ളതൊക്കെ അതിൽ സർക്കുലർ പറയുന്ന കാര്യങ്ങളൊക്കെ അത് ബാക്കി HMനൊക്കെ ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ എന്ത് ചെയ്യണം, അതിൽ വിശ്വസിച്ച് നിങ്ങൾ അത് മറ്റു കാര്യങ്ങളോട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ മാർക്ക് കുറഞ്ഞതിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല. ഇത് ജസ്റ്റ് നമ്മളുടെ 12th അല്ലെങ്കിൽ +1 അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കാണുക. അടുത്ത വരുന്ന എക്സാമുകൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.